ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം. സങ്കീർത്തനം 51:7. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ വർഷത്തെ 2026 മാതാവിന്റെ നാമത്തിലുള്ള ആദ്യ പെരുന്നാളാണ്. വിശേഷം അനേകം പെരുന്നാളുകൾ ഈ വർഷം മാതാവിന്റെ പേരിൽ തന്നെ നമ്മൾ ആചരിക്കുന്നു. നമുക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിലും ജനുവരി 15 എന്ന് പറയുന്നത് മാതാവിന്റെ വിത്തുകളുടെ പ്രതിയുള്ള പെരുന്നാളായിട്ടാണ് ആചരിച്ചു വരുന്നത്. മാതാവിന്റെ നാമത്തിലുള്ള പള്ളികളിലെല്ലാം ഈ 15, 16, 17 ദിവസങ്ങളിൽ വലിയ പെരുന്നാളുകൾ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എളിയവരായ നമുക്കും ഈ ദിവസം തന്നെ ആഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ദിവസത്തിൽ നമുക്ക് ഒരുക്കി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തീർച്ചയായും നമ്മളും എളിയ രീതിയിലുള്ള പെരുന്നാൾ ക്രമീകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കോൺഗ്രിഗേഷൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം തീർച്ചയായും സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ഏവർക്കും ഇവിടെ ഇരിക്കാം. ഞങ്ങളുടെ അടുത്തുള്ള പള്ളികൾ തുമ്പോൺ സെന്റ് മേരീസ് കത്തീഡ്രൽ, അതുപോലെ അറിയാവുന്ന കല്ലൂപ്പാറ സെന്റ് മേരീസ് പള്ളി, അവിടെല്ലാം മാതാവിന്റെ നാമത്തിലുള്ള വലിയ പെരുന്നാളുകളാണ് ഈ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നത്. വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന പെരുന്നാളുകളാണ് മാതാവിന്റെ നാമത്തിലുള്ള പെരുന്നാൾ. സാധാരണ നമ്മളൊരു പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും അത് തന്നെ. അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് വരുന്നത് നമ്മുടെ മനസ്സിൽ. ഒരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുറെ ഇലൂമിനേഷൻ. ഇപ്പൊ അത് മത്സരമാണ്, പള്ളികൾ തമ്മിൽ മത്സരമാണ്. അതിനകത്തില് അതിന് വലിയ ഷോകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പള്ളികളും അലങ്കരിച്ചിട്ട് ലേസർ ഷോകളാണ് നടത്തുന്നത്. അതപ്പോ പള്ളികൾ തമ്മിൽ മത്സരമാണ്. ഈ പള്ളിയെക്കാളും നല്ല രീതിയിൽ അടുത്ത പള്ളി നടത്തും. അപ്പൊ അത് റെക്കോർഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിലെയും വാട്സപ്പിലൂടെയും അങ്ങ് പ്രചരിപ്പിക്കുവാനും നമ്മൾ ഓരോരുത്തരും ഉത്സുകരായിരിക്കുന്നതാണ്. എന്റെ പള്ളിയിലെ ലൈറ്റ് ഷോ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വളരെ മനോഹരമായിരുന്നു, അവരെക്കാളും നല്ലതായിരുന്നു എന്ന് പറയാനുള്ള ഒരു അല്പ അഹങ്കാരത്തോടു കൂടി നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ചില പള്ളികളിലാണെങ്കിൽ ചെണ്ടമേളമൊക്കെ 100-150 പേരടങ്ങുന്ന സംഘങ്ങളാണ് ചെണ്ടമേളം നടത്തുന്നത്. പിന്നെ 2-3 ബാൻഡ് സെറ്റുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിനുശേഷം വലിയ ആകാശ ദീപക്കാഴ്ച, ഭക്തി നിർഭരമായ വലിയ റാസകൾ, ആർഭാടമായ റാസകള്, പിന്നെ കലാപരിപാടികള്, ഗാനമേളയാണെങ്കിലും നാടകമായാലും അങ്ങനെ പല തരത്തിലുള്ള കലാപരിപാടികളോട് ചേർന്ന് പെരുന്നാൾ അങ്ങനെ ഒരു ആഘോഷമായി മാറും. പലപ്പോഴും പെരുന്നാളുകളെ ചോദിക്കും, വിൽസൺ ചാൻ പറഞ്ഞതുപോലെ നല്ല റാസയായിരുന്നു, നല്ല ആളുകൂടി, നല്ല ആകാശ ദീപക്കാഴ്ചയായിരുന്നു. എന്തോ ആയിരുന്നു ഈ പ്രാവശ്യത്തെ നമ്മുടെ ലൈറ്റ് ഷോ, സമ്മതിക്കണം, തകർത്തു എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും ആദ്യം നമ്മളിൽ നിന്ന് വരുന്നത്. തീർച്ചയായും പെരുന്നാളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ഇത് മാത്രമാണോ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഞാൻ ഇതിനെയൊന്നും വിമർശിക്കുകയല്ല, ഇതിനെ ഞാൻ എടുത്തു പറഞ്ഞെന്നുള്ളൂ. ഇതിന് മറ്റൊരു തലം കൂടി തീർച്ചയായും ഉണ്ട്. ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒരു പരിശുദ്ധന്റെ നാമത്തിലുള്ള പെരുന്നാളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധിമതിയായ അമ്മയുടെ നാമത്തിലുള്ള പെരുന്നാളായിക്കോട്ടെ, ഇതിനൊക്കെ മറ്റൊരു ആത്മീയ തലം എന്തായാലും തീർച്ചയായും ഈ പെരുന്നാളുകൾക്കുണ്ട്. അത് എത്രമാത്രം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഈ പെരുന്നാളുകളിലൂടെ സാധിക്കുന്നു എന്നത് നമ്മൾ പെരുന്നാളിൽ കടന്നു വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആത്മീയ വശമാണുള്ളത്. തീർച്ചയായും ആത്മീയ വശങ്ങളെ ഉൾക്കൊള്ളുവാനാണ് മുമ്പ് നമ്മുടെ പ്രാചീന കാലത്തുണ്ടായിരുന്ന വിശ്വാസികളായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരൊക്കെ അതിനുവേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പെരുന്നാൾ ആഘോഷങ്ങളായിരുന്നു നടത്തി. ഇന്ന് പ്രകടമായ ഒരു എന്റർടൈൻമെന്റ് ആത്മീയതയായി, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പെരുന്നാളായി മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം ഇതാണ്: ഞാൻ എത്രമാത്രം പെരുന്നാളുകളിൽ നിന്ന്
ദൈവത്തെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രമാത്രം അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത്. പള്ളികൾ മോടി പിടിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇതിന്റെ ചെണ്ടമേളങ്ങളോ വാദ്യമേളങ്ങളോ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായി ആത്മീയമായ വശം എത്രമാത്രം ഉൾക്കൊള്ളുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഈ വിത്തുകളുടെ ഉത്സവം അല്ലെങ്കിൽ ഈ പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ സഭ ക്രമീകരിക്കുവാൻ ഒരുപക്ഷെ ഒരു കാരണം ഉണ്ടായിരുന്നത്, പ്രാചീന സഭയില് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവീയ പിതാക്കന്മാരൊക്കെയും കർഷകരായിട്ടുള്ള ആളുകളായിരുന്നു. ഈ കർഷകരായിട്ടുള്ള ആളുകൾ കൃഷിയെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതൊരു കാരണമായിരിക്കാം ഈ വിത്തുകളുടെ മാതാവിന്റെ പെരുന്നാളുമായി ചേർന്ന് ആചരിക്കുവാൻ തക്കോണം സഭ ക്രമീകരിക്കുവാൻ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ വിത്തുകൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഒരു കൃഷിക്ക് എന്നുള്ളത്. എന്നേക്കാൾ ഉപരി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കൃഷിക്കൂട്ടത്തിന്റെ ആളുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഷിമയുണ്ട്, കോശിയുണ്ട്, നമ്മുടെ ക്ലീറ്റസ് ഉണ്ട്, വിനുദാനിയനുണ്ട്. കൃഷിക്കൂട്ടത്തിലില്ലയോ? അതായത് കൃഷിയുടെ ഒരു ചെറിയ വശം ഉൾക്കൊള്ളുന്ന ആളാണ്. അപ്പൊ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്തുമാത്രം ഒരുക്കങ്ങൾ ഈ കൃഷികൾക്ക് വേണ്ടി വരുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒമാനിലൊക്കെ കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ പോലെ അത്ര സാഹചര്യമല്ല. നമുക്ക് മണ്ണിൻ്റെതായ സപ്പോർട്ടുകളൊക്കെ നാട്ടിന്റെ അത്രയും കിട്ടുകയില്ല. അപ്പൊ അതിനെ എന്തുമാത്രം ഒരുക്കണം, അതിനെ വിത്ത് നടുന്നതിന് മുമ്പ് ആ മണ്ണ് എത്രമാത്രം ക്രമീകരിച്ച് ഒരുക്കേണ്ടി വരും, അതിനെ വളം ക്രമീകരിച്ച് നൽകേണ്ടി വരും. അത് ഓരോ ദിവസവും പരിപാലിക്കേണ്ടതായ ഒരു കാര്യമാണ്, അല്ലേ? അത്രയേറെ അധ്വാനം വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഇവിടെ കൃഷി ചെയ്യുന്ന ഓരോരുത്തരെയും ഈ വിത്തുകളുടെ ദിനത്തിൽ ഞാൻ അനുമോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ എഫേർട്ടുകൾക്ക് 30, 60, 100 മേനിയായി വിളവുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിളവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അനേകം പരിപാലനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വിത്തുകളാണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ഘടകമാണ് ഒരു വിത്ത്. ചെറിയൊരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഈ ആഞ്ഞിലി മരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ആഞ്ഞിലി മരം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചെറിയൊരു കുരുവാണ് അതിന്റെ വിത്തായി മാറുന്നത്. പണ്ട് ആഞ്ഞിലി മരത്തിലൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇഷ്ടംപോലെ ആഞ്ഞിലി ചക്ക പറിച്ച് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് അത്ര രുചികരമായ ഒരു അവസ്ഥ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതിനൊന്നുമുള്ള സാഹചര്യമോ സൗകര്യമോ കിട്ടുന്നില്ല. മരം ഉണ്ടെങ്കിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, വെറുതെ താഴെ വീണ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആഞ്ഞിലി ചക്കയൊക്കെ. ചുമ്മാതെ വീണ് കിടന്ന് നമ്മുടെ ആ പ്രദേശങ്ങളിലൊക്കെ ചുമ്മാതെ വീണ് പോവുക. പക്ഷെ എന്ത് രസം, ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ കുരു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ ചെറിയ കുരുവാണ്. പക്ഷെ അത് വളർന്ന് വരുന്ന ഒരു വടവൃക്ഷമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ചെറിയൊരു വിത്തിടുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ വൃക്ഷമായി മാറുന്ന തരത്തിലേക്ക് അത് വളരണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക പോലെ അതിന്റെ വളം വേണം, വെള്ളവും വേണം. ഇതൊക്കെ നമ്മുടെ മണ്ണിൽ തന്നെ അത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വളരുവാൻ സാധിക്കുന്നത്. ചിലപ്പം ഒരു ആഞ്ഞിലിയുടെ ചുട്ടിൽ ഒരു 1000 കുരു വീണ് അത് കൊച്ചു ഇതായിട്ട് കിളിക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ 1 2 ആയിട്ടേ വലിയ മരമായിട്ട് മാറുന്നുള്ളൂ. ബാക്കിയൊക്കെ നശിച്ച് അവിടെ തന്നെ പോകും. അപ്പൊ അതുപോലെ തന്നെ നെല്ലിന്റെ കാര്യം എടുത്താൽ തന്നെ ഹലോ, നിർഭാഗ്യവശാൽ ഇവർക്ക് നെല്ല് എങ്ങനെയാണ് വരുന്നത്, അല്ലെ അരി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഇവരോട് ചോദിച്ചാൽ ഇവർക്കും അറിയത്തില്ല. പക്ഷെ എന്റെ ചെറുപ്പകാലത്തൊക്കെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ചെറിയ കൃഷികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിന്റെ ക്രമീകരണങ്ങളെ പറ്റി നമുക്ക് അല്പം മനസ്സിലാക്കാൻ സാധിക്കും. പാടം ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ക്ലീനസ് കണ്ടിട്ടില്ലയോ? നിങ്ങളുടെ അവിടെ കൃഷിയുള്ള ഈ പാടം ഒരുക്കുന്നതിന് വലിയൊരു കലയാണ്. ആദ്യം മരമ്പൊക്കെ വെട്ടി അതിനുശേഷം അത് കിളച്ച് അത് കളയൊക്കെ പറിച്ച് കളഞ്ഞ് അതില്ല. പണ്ട് കാലങ്ങളില് കാളയും കൊണ്ട് കലപ്പയും കൊണ്ട് ഉഴുത്
മറിച്ച് അത് രണ്ടും മൂന്നും പ്രോസസ്സാണ്. അവസാനം അത് ഈ വെള്ളം കയറ്റി മരം കൊണ്ട് ഒന്ന് നിരപ്പാക്കി അതിനകത്തെ കളകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അത് നല്ല രീതിയിൽ ഒരു വിളനിലമായി മാറിയതിനു ശേഷമാണ് വിത്തുകൾ പാകുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. അത് കണ്ടുകൊണ്ടും നമ്മുടെ കണ്ണിനാണെങ്കിലും നമുക്കത് ആസ്വദിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു കൃഷി രീതിയാണ് കേരളത്തിലാണെങ്കിലും ഈ നെല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും കാണുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചതുള്ളൂ, അവര് കേൾക്കുന്നില്ല എങ്കിൽ പോലും നെല്ലുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് സൂചിപ്പിച്ചതുള്ളൂ. ആകെ ഒന്ന് പാകി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നെല്ലെങ്ങനെ ഉണ്ടാവുന്നതെന്ന്? അവര് സെർച്ച് ചെയ്യുക തരത്തിലുള്ള നെല്ലുകൾ ഇന്ന് നമുക്ക് യൂട്യൂബിലൂടെ ഒരു പക്ഷെ കാണാൻ സാധിച്ചേക്കാം. പക്ഷെ അതൊരു ഉത്സവപരമായ ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് നെല്ല് കൃഷി ഉണ്ടാക്കുന്നതും അതൊക്കെ ഒരു ചെറുപ്പകാലം ആലോചിക്കുമ്പോൾ വളരെ ഇന്ന് കൃഷി ഏലകളെല്ലാം കാട് പിടിച്ച് കളകൾ നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. തീർച്ചയായും വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായും അതിനൊക്കെ മാറ്റം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നമ്മുടെ സർക്കാരുകളും ഒക്കെ നേടിയെടുക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ ആത്മീയ വശത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വിത്തുകൾ പാകപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥയാണ്. ആദ്യമായി നമ്മുടെ ദൈവം ഭൂമിയിലേക്ക് ഒരു വിത്ത് മനുഷ്യരൂപത്തിലേക്ക് ഒരു വിത്തിനെ പാകുന്നുണ്ട്. ആദ്യമായി ഉണ്ടായ ആ മനുഷ്യ വിത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? മനുഷ്യൻ ദൈവം ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ച കാര്യമാണ് ചോദിക്കുന്നത്. ആദാമിനെ ഒരു വിത്തായി ദൈവം ഭൂമിയിലേക്ക് ആദ്യമായി സൃഷ്ടിച്ചു, മനുഷ്യരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ ആദാമിന് എന്താ സംഭവിച്ചെന്നറിയാമോ? ആകാശം ഭൂമിയും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷമാണല്ലോ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യനെ ഒരു വിത്ത് എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞതാണ്. ആദാമിലൂടെ ദൈവത്തിന് ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അനുസരണക്കേടിലൂടെ ആദാമ് ഏദൻ തോട്ടത്തിൽ തന്നെ പുറത്താകുന്ന അവസ്ഥ. അപ്പം ദൈവം നട്ട ആ വിത്ത് തിന്മകൾ കായ്ക്കുന്ന ഒരു വൃക്ഷമായി അല്ലെങ്കിൽ ഒരു ഫല ചെടിയായി മാറുന്ന ഒരു അവസ്ഥയാണ് ആദാമിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടാമത് ദൈവം മനുഷ്യരൂപം ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം. അത് ആദാമിനെ സൃഷ്ടിച്ച പോലല്ല, അത് ഒരു മനുഷ്യ സ്ത്രീയിൽ തന്നെ ഉരുവാകുന്ന ഒരു സാഹചര്യം. അതിനെ കണ്ടെത്തിയ മാതാവാണ്, കണ്ടെത്തിയ സ്ത്രീയാണ് പരിശുദ്ധ മാതാവ്. എന്തുകൊണ്ടായിരിക്കും മാതാവിനെ ദൈവം ഇങ്ങനെ കണ്ടെത്തുവാൻ കാര്യം? അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ ആ വിത്തിനെ ഉൽപ്പാദിപ്പിക്കുവാൻ, അതിനെ പരിപോഷിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ തളർത്തുവാൻ തക്കവണ്ണം കഴിവുള്ള സ്ത്രീയായി മാതാവിനെ കണ്ടെത്തിയത് എന്തുകൊണ്ടായിരിക്കാം? താഴ്മയോട്, ഏറ്റവും വലിയ കാര്യം താഴ്മയും എളിമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു നിർമ്മല ഹൃദയത്തിനുടമയായ മാതാവിനെ ആണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. ഒരു വിത്തുകൾ ആദ്യമേ ഞാൻ സൂചിച്ച ഒരു വിത്ത് വിളയുന്നതിന് അല്ലെങ്കിൽ കിളിർക്കുന്നതിന് തളിർക്കുന്നതിന് ഒരു വിളനിലം ആവശ്യമാണ്. തീർച്ചയായും ഒരു നല്ല വിധത്ത് വീണുന്ന വിത്തുകൾ നല്ല രീതിയിൽ വളർന്ന് ഫലങ്ങളെ കായ്ക്കും. അപ്പൊ മാതാവ് ഇവിടെ ഒരു വിളനിലമായി നമുക്ക് വേണമെങ്കിൽ കാണാം. ഒരു നല്ല വിത്ത്, യേശു ക്രിസ്തു ആകുന്ന വിത്തിനെ പാകുവാൻ തക്കവണ്ണം ആ വിളനിലം ഒരുക്കിയ മാതാവിലേക്കാണ് ദൈവം തന്റെ പുത്രനെ
രൂപം പ്രാപിക്കുവാൻ തക്കവണ്ണം, ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഈ ജന്മം എടുപ്പിലൂടെ രക്ഷകനായി, ലോകത്തിന്റെ രക്ഷകനായി അവതരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് സാധിക്കുന്നു. അതൊരു വലിയ വിളവിന്റെ ഉത്സവമല്ലേ? വലിയൊരു 30, 60, 100 മേന് നൽകുന്ന ഒരു വിളവായി വളരുവാൻ തക്കവണ്ണം അവിടെ സാധിക്കുക. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവിടെ സാധിക്കും. ആദാമിലൂടെ നഷ്ടപ്പെട്ടത് യേശു ക്രിസ്തുവിലൂടെ തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിന് സാധിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഇങ്ങനെ വിത്തുകൾ പാകപ്പെടുന്നുണ്ടോ? ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ഉള്ളില് ഇങ്ങനെ വിത്തുകൾ പാകപ്പെടുന്നുണ്ടോ? യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടോ? തീർച്ചയായും വരുന്നുണ്ട്. നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മളെല്ലാ ഓരോ മാസത്തിന്റെ കുർബാന ദിവസം നമ്മുടെ ഉള്ളിലേക്ക് ഈ വിത്തുകൾ പാകപ്പെടുന്നുണ്ട്. പരിശുദ്ധ ശരീരവും രക്തവുമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അതൊരുപക്ഷെ മുള പൊട്ടാതെ പോകുന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിലെ വിളനിലം അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അനുയോജ്യമായി പാകത്തിന് നമ്മൾ വിളനിലം ഒരുക്കാത്തത് കൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലും നമ്മുടെ ഉള്ളിലും ക്രിസ്തു കിളിർക്കപ്പെടാതെ പോകുന്നത്, തളിർക്കപ്പെടാതെ പോകുന്നതിന്റെ മെയിൻ കാരണം അതാണ്. നമ്മൾ ഓരോരുത്തരും ഈ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ, നമ്മുടെ മാതാവിനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ശക്തമായി ഓർക്കേണ്ട ഒരു വിഷയം ഇതാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തില് നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ തിരുരക്തം, തിരു ശരീരവും ഭക്ഷിക്കുന്നതിലൂടെ നമ്മൾ വിത്തുകളെ വിത്തുകൾ പാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ വിത്തുകളെ വളർത്തുവാൻ സാധിക്കുന്നില്ല. കളകൾ മൂടിയ അവസ്ഥയിലൂടെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് വളരുവാൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചിരിക്കുക. ആ കളകളെയൊക്കെ മാറ്റി പറിച്ചു കളഞ്ഞെങ്കിലേ മാത്രമേ ഉള്ളൂ. നമ്മുടെ വയലേലകളിലൊക്കെ ഈ ഞാറ് നട്ടതിന് ശേഷം വീണ്ടും കളകൾ വരുമ്പോൾ ആ ഉടമസ്ഥൻ തീർച്ചയായും ആ കളകളെല്ലാം പറിച്ചു കളയും. എങ്കിലേ പ്രോപ്പറായി ആ നിലത്ത് നിന്ന് ആ ചെടികൾക്ക് വളരുവാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായും നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിളയെ വളർത്തുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതിന് പ്രതിബന്ധം നിൽക്കുന്ന അവസ്ഥയെ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വിത്തുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ അല്പം ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുർബാന നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഒരുക്കമുള്ളവരായി വരേണ്ടതുണ്ട്. ആ വിളനിലം കറക്റ്റായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ വിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളും എത്രമാത്രം ഒരുക്കപ്പെടുന്നുണ്ട്? പരിശുദ്ധ മാതാവിനെ പോലെ ഒരുക്കിയ വിളനിലമായി നാം മാറുന്നുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. നാളെ നമ്മൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കുർബാനയിൽ നമ്മൾ വീണ്ടും വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് പാകപ്പെടാൻ പോവുകയാണ്. നാം ഓരോരുത്തരും എത്രമാത്രം നാളെ ആ വിശുദ്ധ കുർബാനയെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ആ വിത്തിനെ വളർത്തുവാൻ തക്കവണ്ണം നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ഈ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയം അതാണ്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, എന്നിലൂടെ ക്രിസ്തു വളരുന്നുണ്ടോ? നമ്മളെ തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് അല്പം ചിന്തിക്കണം. എന്നിൽ ക്രിസ്തു വളരാതിരിക്കുവാനുള്ള ഘടകങ്ങൾ എന്താണ്? പരസ്പരമുള്ള സ്നേഹക്കുറവാണോ? അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ അഹങ്കാരങ്ങളാണോ? തിന്മകളാണോ? പാപങ്ങളാണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായും സ്വയം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനും നിങ്ങളും ഒന്ന് വിലയിരുത്തി ആ കളകളെ ഒന്ന് പറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് പാകപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പെരുന്നാളുകളൊക്കെ വ്യർത്ഥമാണ്. നമുക്ക് പറയാനുള്ളത് ആ ദീപക്കാഴ്ചയും, ആകാശ ദീപക്കാഴ്ചയും, ആ ചെണ്ടകൊട്ടലും, നല്ല മൈക്ക് സെറ്റ്, നല്ല ഇതൊക്കെ എന്ന് പറയാനേ പറ്റുള്ളൂ. എത്രമാത്രം എന്റെ ഉള്ളിലേക്ക് എന്റെ ക്രിസ്തു നമുക്ക് ആവഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പെരുന്നാളിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നമ്മുടെ പ്രാചീന പിതാക്കന്മാരൊക്കെ കരുതിയിരുന്നത് ആ രൂപത്തിലേക്ക് പെരുന്നാളുകൾ ആവണം എന്നുള്ള രൂപത്തിലാണ്, അല്ലാതെ ആഘോഷങ്ങൾ മാത്രമായി മാറുന്ന പെരുന്നാളുകളല്ല.
നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആഘോഷങ്ങൾ, പാരമ്പര്യങ്ങളുടെ ഒരു കെട്ടുപാടുകൾ നമുക്കുണ്ട്. തീർച്ചയായും നമ്മുടെ പാരമ്പര്യ സഭയാണ്. ആ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ആചാരങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് എത്രമാത്രം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വളരെ ആള് കുറഞ്ഞ ഒരു സദസ്സാണ് എങ്കിലും തീർച്ചയായും നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ ഉൾക്കൊള്ളുവാൻ അധികം ആളിന്റെ ആവശ്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുവാൻ ഈ ആള് കുറഞ്ഞ അവസ്ഥയാണ് നല്ലത്. ഞാൻ ആ ഭാഗത്തു നിന്ന് വിട്ടുകൊണ്ട് കന്യാകുമറിയാവിലേക്ക് കടന്നു വന്നാൽ പാലസ്തീൻ നാടുകളില് ഇന്നും ഒരു നാടോടി കഥ പോലെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ അറിയാവുന്നതാണ്. ഹെറോദാവിന്റെ കാലത്ത് തനിക്ക് ബദലായ ഒരു രാജാവ് ജനിച്ചു എന്ന് അറിയുമ്പോൾ അദ്ദേഹം 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിക്കുന്നു. ആ അവസ്ഥയില് ജോസഫ് പിതാവും പരിശുദ്ധ അമ്മയും ശിശുവായ ക്രിസ്തുവും പാലായനം ചെയ്യപ്പെടേണ്ട അവസ്ഥ വരുന്നു. ഈജിപ്തിലേക്ക് പാലായനം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് തിരിച്ചറിയുകയാണ്, ഹെറോദേസിന്റെ പട്ടാളക്കാര് അവരെ തൊട്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള അവസ്ഥ. ഓടിപ്പോകാനോ ഒന്നും സാധിക്കത്തില്ല. എത്ര ദൂരം ഓടിയാലും അവരുടെ ഒരുപക്ഷെ അവരെ കുതിരപ്പുറത്തൊക്കെ വരുന്നവര് അത്ര സ്പീഡിൽ വന്ന് ഇവരെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് അമ്മ മനസ്സിലാക്കുകയാണ്. അമ്മയുടെ ആ തിരിച്ചറിവാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അമ്മ നോക്കിയപ്പോ ഒരു വയലിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. കടല കൃഷി ചെയ്യുന്ന വയലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കൃഷിക്കാര് വളരെ പാവങ്ങളായിട്ടുള്ള കൃഷിക്കാര് ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്ന കൃഷിക്കാരെന്നാണ് അവർ പറയുന്നത്. യഹൂദ മതത്തിലുള്ള കൃഷിക്കാർ ന്യായപ്രമാണത്തെ ആവശ്യം വലിയ നിഷ്കളങ്കരായ കൃഷിക്കാര് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിത്ത് പാകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മാതാവ് അവിടേക്ക് അവരുടെ അടുക്കിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട്, നിങ്ങള് വിത്ത് പാകിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വൃദ്ധനും ഒരു യുവതിയും ഒരു കുഞ്ഞും ഇതുവഴി കടന്നുപോയി എന്നൊന്ന് പറയണം എന്ന് മാതാവ് പറയുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ആദ്യം ആ കൃഷിക്കാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല. വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ ആ പട്ടാളക്കാർ അവിടെ എത്തിച്ചേരുകയാണ്. അപ്പൊ കൃഷിക്കാര് വന്നപ്പോ ഇങ്ങനെ ഇവരെ തിരിഞ്ഞു നോക്കിയപ്പോ അവർ കണ്ടത് ആ കൃഷി പാകിയിരുന്ന വിത്തുകളെല്ലാം വിളഞ്ഞ് കതിരുകളായി അല്ലെങ്കിൽ ഫലം കായ്ച്ച് വിളഞ്ഞ ഫലങ്ങളായി മാറിയിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതിന്റെ നിഴലിലാണ് ഇവര് മറഞ്ഞിരുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ പട്ടാളക്കാരിങ്ങനെ വന്ന് ചോദിക്കുന്നു. അവര് അമ്മ പറഞ്ഞതുപോലെ പറയുന്നു, അവരൊരിക്കലും കള്ളം പറയുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം മാതാവ് അവിടെ ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം അവിടെ ഒരുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. വിത്തുകൾ വിളഞ്ഞ വിത്തുകളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറിയത് കൊണ്ട് അവർക്ക് ഒരു തരത്തിലും കള്ളം പറയേണ്ടതായിട്ട് വരുന്നില്ല. ആ പട്ടാളക്കാര് 1-2 മാസം കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷയിൽ തിരിച്ചു മടങ്ങുന്നവരായി മാറും. ഇവിടെ അതിനുശേഷം അവരെ സന്തോഷപൂർവ്വം അവര് യാത്ര അയക്കുന്നു എന്നൊക്കെ ആ കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അവര് ദൈവത്തെയും മാതാവിനെയും ഒക്കെ പരിഗണിച്ചപ്പോൾ അവർക്കുണ്ടായ നേട്ടം എന്ന് പറയുന്ന അവരുടെ കൃഷികളൊക്കെയും വലിയ ആദായമായി അവർക്ക് ലഭിക്കുകയാണ്. അതിലുപരി ഒരു വിശ്വാസത്തിന്റെ വിത്ത് അവരിൽ പാകുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും ആ വിശ്വാസത്തിന്റെ വിത്ത് എന്നിലും നിങ്ങളിലും പകരുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തില് മാതാവും ക്രിസ്തുവും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ നമ്മളെ പലതരത്തിൽ സഹായിച്ചിട്ടുണ്ട്. ആത്മീയമായി പലതരത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രയാസങ്ങളിൽ കൂടെ ഇരുന്നിട്ടുണ്ട്, നമ്മളെ കരുതിയിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആ വിശ്വാസം? എന്റെ നിങ്ങളുടെ ജീവിതത്തില് ആ വിശ്വാസങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമായി തീരണം പെരുന്നാളുകൾ തീർച്ചയായും ആ വിശ്വാസത്തിന്റെ ഉറപ്പിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ വീണ്ടെടുക്കുവാനുള്ള ഒരു അവസരമായി പെരുന്നാളുകൾ ആഘോഷിക്കപ്പെടുന്നു.
ഞാൻ എൻ്റെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ട് വചനം ജഡമായി തീർന്നു എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു. എന്നിലും വചനങ്ങള്, കേൾക്കുന്ന വചനങ്ങളെ അല്ലെങ്കിൽ വായിക്കുന്ന വചനങ്ങളെ ജഡമായി മാറുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വിത്തുകൾ തുളയ്ക്കാതെ പോയതുപോലെ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിത്തുകള്, ഈ പുറന്തോടുകൾ പൊളിഞ്ഞതിന് ശേഷമാണ് അത് ഒരു കിളിർപ്പ് അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. ഞാനും നിങ്ങളും വിത്തുകളിൽ അടക്കപ്പെട്ട അവസ്ഥയിലാണ്. അതിന്റെ പുറന്തോടുകളെ ഒന്ന് പൊട്ടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. ആ ഇരുളടഞ്ഞ അവസ്ഥയിൽ തന്നെ ഇരിക്കുക. ഈജിപ്ഷ്യൻ മമ്മികളിലൊക്കെ സൂക്ഷിച്ചിരുന്ന ഈ നെല്ല് വിത്തുകള് 3000 വർഷത്തിന് ശേഷം കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. അത് വീണ്ടും പാകിയപ്പോ മുളച്ചു വന്ന് ഫലമായി തീർന്നു എന്ന് പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ മമ്മികളില് അവര് സൂക്ഷിച്ചിരുന്നത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരികളും അവിടുത്തെ പ്രഭുക്കന്മാരും ഒക്കെ. അപ്പൊ അവർക്ക് വീണ്ടും ജീവിക്കും എന്നുള്ള, ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയിലാണ് അവരന്ന് അവർക്ക് ജീവിക്കുവാൻ വേണ്ടി ഉള്ള സമ്പാദ്യങ്ങളെല്ലാം നിക്ഷേപിച്ചാണ് ഈ മമ്മി ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർണം, വെള്ളി, എന്തും ആഹാര സാധനങ്ങള്. അന്ന് ജീവിക്കുമ്പോൾ ഇവർക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ജീവിക്കുന്ന തരത്തിൽ ജീവിക്കണം എന്നുള്ള രൂപത്തിലാണ് ഇതിനകത്തെല്ലാം നിറച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ്. അപ്പൊ അന്ന് അവർ സൂക്ഷിച്ചിരുന്ന ആ നെൽവിത്തുകള് പുറത്തെടുത്ത് പാകി കിളിപ്പിച്ചപ്പോ കിളിച്ചു. ഈ വിത്തുകൾ നശിക്കപ്പെടുന്നില്ല, പക്ഷെ അത് ഉറങ്ങിയ അവസ്ഥയിലാണ്. അതിനെ ആ തരത്തിൽ സൂക്ഷിക്കുമ്പോൾ അത് ഉറങ്ങിയ അവസ്ഥയിലായിരിക്കുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ ആ പുറന്തോടുകളെ ഒന്ന് പൊട്ടിച്ച് നമ്മളിൽ ഒരു കിളിർപ്പുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പലതരത്തിലുള്ള ബാഹ്യമായ ഘടകങ്ങൾ മൂലം നമ്മൾ അടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ്. കിളിർക്കുവാൻ സാധിക്കുന്നില്ല. നമ്മളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ഇതിലൂടെ തടഞ്ഞു നിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം സ്വാഗത പ്രസംഗം സൂചിച്ചതുപോലെ പരസ്പര സ്നേഹമില്ലാത്ത അവസ്ഥ, പരസ്പരം ശത്രുക്കളായി കാണുന്ന അവസ്ഥ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മളെ ഈ മുള പൊട്ടുന്നതിൽ നിന്ന് നമ്മളെ അതിനെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളായി വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. നമ്മുടെ ദൈവത്തോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത അവസ്ഥ, നമ്മൾ ബാഹ്യമായ സൗന്ദര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ആന്തരികമായി നമ്മളിൽ ഉള്ളിൽ ഒരു സൗന്ദര്യമുണ്ട്. തീർച്ചയായും നമുക്ക് മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ക്രമീകരണം നമ്മൾ ആത്മീയമായും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആത്മീയമായി നാം ഓരോരുത്തരും വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യമായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുള്ളൂ എന്ന് കൃത്യമായി നമുക്ക് വചനങ്ങളിലൂടെ പഠിക്കുവാൻ സാധിക്കും. എന്റെയും നിങ്ങളുടെ ജീവിതം ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രത്യാശയോടുകൂടി താൽക്കാലികമായി മാത്രം ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രത്യാശയുടെ ഒരു ലോകത്തിലേക്ക് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും ആ മാറ്റത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ പലതും ശീലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ പല വിത്തുകളും മുളയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആ കട്ടിയുള്ള ആവരണത്തെ ഒന്ന് പൊട്ടിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സങ്കീർത്തനക്കാരനൊക്കെ പാടുകയാണ്, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. എന്റെ ഈ കറ പുരണ്ട അവസ്ഥയില് അല്ലെങ്കിൽ കാഠിന്യമേറിയ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയത്തെയും എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും ഒന്ന് കഴുകുവാൻ തക്കവണ്ണം, ഹിമത്തേക്കാൾ വെളുക്കുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് കഴുകണമേ എന്നുള്ള പ്രാർത്ഥന നാം ഓരോരുത്തരും സങ്കീർത്തനക്കാരോടൊപ്പം ചേർന്ന് പാടണം. എന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ, എന്നെ കിളിർക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ കിളിർക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത അവസ്ഥ എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്ക് കഴിയണം. തീർച്ചയായും ഈ പെരുന്നാളുകളൊക്കെയും നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിലെ കെട്ട അവസ്ഥകളിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു കിളിർപ്പുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാളത്തെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ആ വിത്തുകളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പാകുമ്പോൾ തീർച്ചയായും ഒരുക്കമുള്ളവരായി തീർന്നുകൊണ്ട് നല്ലൊരു വിളനിലമായി നിന്നുകൊണ്ട് നമുക്ക് അതിനെ പുഷ്ടി പ്രാപിക്കുവാൻ, അതിനെ വളർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
സ്നേഹവാനായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വ്യക്തികളുടെ പെരുന്നാൾ ദിവസത്തിൽ പരിശുദ്ധ മാതാവിന്റെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയുടെയും അനുഗ്രഹത്തിന്റെയും അംശങ്ങളെ അയച്ചു തരണമേ കർത്താവേ. നല്ല വിളനിലമായി തീർന്ന അമ്മയെ പോലെ ഞങ്ങൾക്ക് ഒരു നല്ല വിളനിലമായി തീരുവാനും ക്രിസ്തുവിന് ജനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒന്ന് ശോധന ചെയ്യണമേ കർത്താവേ. കേട്ട വചനങ്ങളെയൊക്കെ ജഡമായി തീരുവാനും വചനത്തിലൂടെ ഞങ്ങൾക്ക് ജീവിക്കുവാനും ഞങ്ങൾ ഹിമത്തേക്കാൾ വെളുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ മനസ്സുകളെയും ഒന്ന് കഴുകണമേ കർത്താവേ. ഇനി പെരുന്നാൾ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ കർത്താവെ. നാളത്തെ ശുശ്രൂഷകളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി ലഭിക്കുവാൻ തക്കവണ്ണം ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയും അനുഗ്രഹങ്ങളും ചൊരിയുമാറാകണം. നാളത്തെ ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകളും അനുഗ്രഹത്തിന് പാത്രമായി തീരുവാൻ നീ ഇടയാക്കി തീർക്കുമാറാകണമേ. വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യ ഭാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനോവ്യഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥതയിലൂടെ കർത്താവെ, ഞങ്ങൾക്ക് ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കുവാൻ കഴിയും. ഞങ്ങൾക്കത് നേടിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഉറച്ച വിശ്വാസമുള്ളവരായി തീർന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളിലൂടെ ക്രിസ്തു വസിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മാനമോത്വവും കൃപയും എല്ലാവർക്കും കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇനി പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിന് ശേഷം വചനം അല്പസമയം പറയുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ച സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി, ട്രസ്റ്റി എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബലഹീനനായ എനിക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു.